ഹായ് ഓൾ, കസം ബേബീസിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യം തന്നെ ഞാനൊരു താങ്ക് യു പറയാണ്. ഒരു കസ്റ്റമർ ഒരാളായാലും നമുക്കതൊരു സന്തോഷം തന്നെയാണ്. കമൻറ്റ് ബോക്സിൽ നമ്മുടെ സർവീസിനെ കുറിച്ചും നമ്മൾ കടയിൽ വിസിറ്റ് ചെയ്ത് നമ്മുടെ സർവീസിനെ കുറിച്ചും ഒക്കെ കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അത് കേട്ടപ്പോൾ അത് കണ്ടപ്പോഴും ഭയങ്കര സന്തോഷം തോന്നി. അപ്പം താങ്ക് യു സോ മച്ച് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നതിന് എടുക്കുന്നതിനെല്ലാം. അപ്പോൾ ഇന്ന് നമ്മൾ വീഡിയോയിൽ പറയാൻ പോകുന്ന പ്രോഡക്റ്റാണ് ഇന്ന് മാനിക്യൂറിൽ നമ്മൾ ഇട്ടിരിക്കുന്നത്. ഈ ഒരു പ്രോഡക്റ്റിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെല്ലാവരും തന്നെ ഓൾമോസ്റ്റ് ബ്രസ്റ്റ് ഒക്കെ ഉള്ളവർക്ക് റൗണ്ട് സ്റ്റിച്ച് എന്ന് പറയുന്ന ഒരു ബ്രാ യൂസ് ചെയ്തിട്ടുണ്ടാവും അല്ലേ? ഇനി അറിയില്ലാത്തവരുണ്ടെങ്കിൽ ഇതേപോലെ ആയിരിക്കും ഇരിക്കുന്നുണ്ടാവുക. ഈ ഒരു ബ്രാ നമ്മളെല്ലാവരും യൂസ് ചെയ്യുന്നുണ്ടാവും അല്ലെങ്കിൽ യൂസ് ചെയ്തിട്ടുണ്ടാവും. ഈ ഒരു ബ്രാ എന്ന് പറയുന്നത് അത്യാവശ്യം ഇച്ചിരി ഹെവി ബ്രസ്റ്റ് ഒക്കെ ആയിട്ടുള്ളവരാട്ടോ ഇത് കോട്ടണിൽ യൂസ് ചെയ്യുന്നത്. സാഗി ആവാതെയും ഒക്കെ ഇരിക്കാൻ വേണ്ടിയിട്ടാണ് അത് യൂസ് ചെയ്യുന്നത്. പക്ഷെ അത് എൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതേപോലത്തെ ഷോൾ ഇല്ലാത്തൊരു കുർത്തയൊക്കെ ഇടുമ്പോൾ നമുക്ക് ഇങ്ങനത്തെ ഒരു ബ്രാ ഇടാൻ നമുക്ക് ബുദ്ധിമുട്ടാണ്. കാരണം വേറെ ഒന്നുകൊണ്ടല്ല, നമുക്കത് ഇത് ഇടുമ്പോൾ നമുക്ക് ഒരു ബ്രസ്റ്റിന് നമുക്കൊരു ചെറിയൊരു സൈസ് റെഡ്യൂസ് ചെയ്യുന്ന പോലെയൊക്കെ തോന്നുകയും ഒക്കെ ഉണ്ടെങ്കിലും, പക്ഷെ അത് നമുക്ക് എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ റൗണ്ട് സ്റ്റിച്ച് യൂസ് ചെയ്യുമ്പോൾ നമുക്ക് ഷോൾ ഇല്ലാതെ നമുക്കൊരു കുർത്ത ഇടാനോ അല്ലെങ്കിൽ ഒരു സൽവാർ ഇടാനോ അല്ലെങ്കിൽ ടീഷർട്ട് വെയർ ചെയ്യാനോ പറ്റില്ല. വേറെ ഒന്നും കൊണ്ടല്ല, അത് ഓവർ പോയിന്റഡ് ആയിട്ട് ഫീൽ ചെയ്യും. ഒരു ഫ്രണ്ട് പോർഷൻ നോക്കിയാലും അത് പോയിന്റഡ് ആയിരിക്കും, ഒരു സൈഡ് വ്യൂ നോക്കിയാലും അതൊരു പോയിന്റഡ് ആയിട്ടായിരിക്കും ഈ റൗണ്ട് സ്റ്റിച്ച് വരുന്നത്. സോ ഈ റൗണ്ട് സ്റ്റിച്ചിന് പകരമായിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ആ ഒരു ഷേപ്പോട് കൂടി തന്നെ ആ ഒരു നല്ല ഫിനിഷിങ്ങോട് കൂടി കിട്ടുന്ന തരത്തിലുള്ള ഒരു ബ്രായാണ് ഈ ഇട്ടിരിക്കുന്ന ഒരു ബ്രാ, ഈ ഒരു മോഡലിൽ വരുന്നത്. അപ്പം അതാണ് ഞാൻ ഇതിനെക്കുറിച്ച് പറയാനാണ് ഞാൻ ഇത്രയും ഇതായിട്ട് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഇത് പറയാൻ കാരണം. ഇതിന്റെ പ്രത്യേകത അതാണ് കൂടുതലായിട്ട് പറയുന്നത്. അതായത് ഷേപ്പിന് ഷേപ്പ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഷേപ്പ് ഉണ്ട്. എന്നാൽ അത്യാവശ്യം കവറേജ്, ഞാൻ പറഞ്ഞു ഫുൾ കവറേജ് എന്നുള്ള രീതിയല്ല ഞാൻ പറയുന്നത്. ഒരു റൗണ്ട് സ്റ്റിച്ച് നിന്ന് മാറി ചിന്തിക്കണം എന്ന് ആഗ്രഹിക്കുന്നവർക്കും അല്ലെങ്കിൽ ഒരു റൗണ്ട് സ്റ്റിച്ചിന്റെ പോലെ തന്നെ നമുക്ക് ഒരു നല്ല ഷേപ്പ് നമ്മുടെ ബ്രസ്റ്റിന് വേണമെന്ന് തോന്നുന്നവർക്കും ഈ ഒരു മോഡൽ ബ്രാ, ഇതിന്റെ പേര് വരുന്നത് തന്നെ സോഫ്റ്റ് പാഡഡ് ബ്രാ എന്നാണ് പറയുന്നത്, ഈ ഒരു പർട്ടിക്കുലർ ബ്രായുടെ മോഡലിന്റെ പേര്. പക്ഷെ ഇതിനകത്ത് പാഡോ കാര്യങ്ങളോ ഒന്നും യൂസ് ചെയ്തിട്ടില്ല. അത് അവരങ്ങനെ ഒരു പാഡഡ് ബ്രാ ഇട്ടുന്നേ ഉള്ളൂ. ഞാനത് കാണിക്കാനായിട്ട് ഇതേ കണ്ടോ, നോക്കുമ്പോൾ തന്നെ അറിയാം. ഇതൊരു അകത്ത് ഒരു കോട്ടിംഗ് ആണ് കൊടുത്തിരിക്കുന്നത്, തുണിയും കൊണ്ടുള്ളൊരു കോട്ടിംഗ് ആണ് കൊടുത്തിരിക്കുന്നത്. എന്നിട്ട് പുറം വശം ഇതുപോലെയാണ് ഇരിക്കുന്നത്. അപ്പം ഇതിൻ്റെ ഒരു കവറേജും കാര്യങ്ങളും നമുക്ക് ഈക്വൽ ടു നമുക്ക് ഈ പറഞ്ഞ പോലെ തന്നെ റൗണ്ട് സ്റ്റിച്ചിൻ്റെ പോലെ തന്നെയാണ്. പക്ഷെ നമുക്ക് ടീഷർട്ട് ഇടണോ, നമുക്ക് സൽവാർ ഇടണോ, അതുപോലെ ഇതുപോലത്തെ കുർത്ത വെയർ ചെയ്യണോ, എന്ത് വേണമെങ്കിലും നമുക്ക് ഈ ഒരു മോഡലിൽ നമുക്കത് ചെയ്യാൻ പറ്റും. നമ്മുടെ ബ്രസ്റ്റിന് അത്യാവശ്യം നല്ല ഷേപ്പ് തന്നെ, അത് ഞാൻ പറഞ്ഞ നമുക്കത് നമ്മളുടെ ഒരു ഇതിൽ നിന്ന് മനസ്സിലാക്കി തന്നെ നമ്മൾ പറയുന്നതാണ്. അപ്പം അത് അങ്ങനെ തന്നെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു മോഡലാണ്. ഇതിന്റെ പ്രൈസ് വരുന്നത് 345 രൂപയാണ് ഇതിന്റെ പ്രൈസും കാര്യങ്ങളും വരുന്നത്. ഇത് നമുക്ക് ഷോപ്പിൽ അവൈലബിൾ ആക്കിയിരിക്കുന്നത് 34, 36, 38 വരെ ഇത് കമ്പനി ഇറക്കിയിട്ടുണ്ടായിരുന്നുള്ളൂ. പക്ഷെ ഇപ്പം പറയുന്നുണ്ട് പുതിയ എന്താ പറയുക, ഇതിനകത്ത് പ്രൊഡക്ഷനിൽ അവർക്ക് 40 സൈസും കൂടെ വന്നിട്ടുണ്ടെന്ന് പറയുന്നു. അപ്പൊ അതുകൊണ്ട് 40 സൈസ് നമ്മൾ ഓർഡർ ഓൾറെഡി പ്ലേസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇത് ഏതൊക്കെ കപ്പിലാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബിയും സിയും മാത്രമായിരുന്നു ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ ഡിയും കൂടെ നമ്മൾ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഡിയും നമുക്ക് അവൈലബിൾ. അപ്പൊ ഈ 3 കപ്പുകളിലും ഈ ഒരു ബ്ര നമുക്ക് അവൈലബിൾ ആണ്. ഇത് ഈ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ഒരു അഫോർഡബിൾ റേഞ്ചിൽ നമുക്ക് അത്യാവശ്യം നല്ല ഷേപ്പിൽ നിൽക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു ഇന്നറാണ് കേട്ടോ. ഇതിനകത്ത് ഏറ്റവും ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറയാനുള്ളത് ഇതിന്റെ അടിയിലത്തെ ബാൻഡ് തന്നെയാണ്. ഇപ്പൊ ഇത് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, ഇത് അടിയിലത്തെ ബാൻഡ് ഇത് ഇങ്ങനെയാണ് വരുന്നതും കാര്യങ്ങളും എല്ലാം. അപ്പൊ നമുക്കൊരു എന്താ പറയുക, ഒരു ഇച്ചിങ്ങോ കാര്യങ്ങളോ അല്ലെങ്കിൽ നമ്മൾക്ക് ഇപ്പോഴത്തെ ഒരു ഇതിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ലൈമറ്റ് വീണ്ടും ചൂടാണ്. അപ്പൊ ആ ഒരു ചൂട് സമയത്ത് അതിന്റെ ഒരു ബുദ്ധിമുട്ടുകളോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാകില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ബുദ്ധിമുട്ട് വരാത്ത രീതിയിലാണ് അവർ ഇന്നർ ഇലാസ്റ്റിക് ആയിട്ടാണ് അവർ ചെയ്തിരിക്കുന്നത്. ബക്കിളിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ ബക്കിള് വന്നിരിക്കുന്നത് ഇതേപോലെയാണ് ബക്കിള് വന്നിരിക്കുന്നത്. 1, 2, 3, 4 നമുക്ക് അഡ്ജസ്റ്റ്മെന്റ്സ് ആയിട്ടുണ്ട്. അത് 3 ഹുക്ക് വെച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇതിന്റെ ബാക്ക് സൈഡ് പോർഷൻ നോക്കാനാണെങ്കിൽ സൈഡ് പോർഷനിൽ ഇതാണ് കവറേജും കാര്യങ്ങളും വരുന്നത്. ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് ഒരു
ഒരു റൗണ്ട് സ്റ്റിച്ചിന്റെ ആ ഒരിനേക്കാളും കൂടുതൽ നമുക്കൊരു കവറേജും കാര്യങ്ങളും ഈ ഒരു ഏരിയയിൽ കിട്ടും. അതേപോലെ ബാക്ക് പോർഷൻ വരുവാണെന്നുണ്ടെങ്കിൽ കറക്റ്റ് യു ആയിട്ടുള്ള ഒരു ബാക്ക് പോർഷൻ ആണ് നമുക്ക് കിട്ടുന്നത് എടുക്കുന്നതും. കറക്റ്റ് യു ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇടുമ്പോൾ നല്ല ഷേപ്പും കാര്യങ്ങളും നമുക്ക് കിട്ടും. അതേപോലെ ഈ ഒരു പോർഷനിലെ ഒരു കവറേജ് എന്ന് പറയുന്നത് ഇങ്ങനെയാണ് കേട്ടോ നിൽക്കുന്നത്. ഇതിന്റെ ക്ലോത്ത് വരുന്നത് നമുക്ക് കോട്ടണും അതേപോലെ തന്നെ ബനിയൻ എന്ന് പറയുമ്പോൾ നിങ്ങൾ ആരും എന്താ പറയുക വിചാരിക്കരുത് അയ്യോ ബനിയൻ ആണോ എന്ന് വിചാരിക്കുക. കാരണം ബനിയൻ എന്ന് പറയുമ്പോൾ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഇതേപോലത്തെ ഒരു മെറ്റീരിയലൊക്കെ ആയിരിക്കും ബനിയൻ എന്ന് പറഞ്ഞാൽ. നമുക്ക് ബനിയനിൽ തന്നെ ഇല്ലേ ഒത്തിരി എന്നാ ഫാബ്രിക്സ് ഡിഫറെൻ്റ് ആയിട്ടുള്ള GSM എന്നൊക്കെ പറയും. അതിനെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കൂടിയ ഐറ്റം അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പം അത് കൂടുതലായിട്ട് ഞാൻ പറയാത്തെന്ന് വെച്ചാൽ നിങ്ങളെ അത് പറഞ്ഞ് എനിക്ക് കൺഫ്യൂസ് ആക്കണ്ടെന്ന് വിചാരിച്ചിട്ട്. അപ്പം നമുക്കറിയാലോ, അപ്പം നമ്മളൊരു ഡ്രസ്സ് എടുക്കുമ്പം പല തന്നെ മെറ്റീരിയൽസിൽ ഇപ്പൊ റയോണിൽ തന്നെ എത്ര ടൈപ്പ് റയോൺ ഉണ്ടല്ലേ, നമുക്ക് കോട്ടൺ റയോൺ തന്നെ ഒത്തിരി ടൈപ്പ് റയോൺസ് ഇല്ലേ, സോറി. അപ്പൊ അതേപോലെ തന്നെ ഇതിനകത്തും ബനിയൻ എന്ന് പറയുമ്പോൾ അതിനനുസരിച്ച് ഡിഫറൻസ് ആയിട്ട് നമ്മളുടെ ബ്രസ്റ്റിനെ ഹോൾഡ് ചെയ്യാവുന്ന തരത്തിലുള്ള മെറ്റീരിയൽ യൂസ് ചെയ്യുന്ന കമ്പനീസ് ഉണ്ട്. അപ്പം ഈ ഒരു മെറ്റീരിയൽ അല്ല ഈ ഒരു മെറ്റീരിയൽ. അപ്പൊ അതുകൊണ്ട് നമുക്ക് ഹോൾഡിംഗ് കപ്പാസിറ്റിയുടെ കാര്യത്തിൽ നിങ്ങൾക്ക് ഡൗട്ടും കാര്യങ്ങളൊന്നും വെക്കണ്ട. അത് പേഴ്സണലായിട്ട് എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ നിന്ന് ഞാൻ പറഞ്ഞതാണ്. നമുക്ക് അത്യാവശ്യം ഹോൾഡ് ചെയ്യാനും എടുക്കാനും പറ്റുന്ന ഒരു ഐറ്റം തന്നെയാണിത്. ഇതിന്റെ ബാൻഡ് സൈസിന്റെ വിത്തും കാര്യങ്ങളും ഇവിടെ നോക്കുമ്പോൾ തന്നെ മനസ്സിലാവും. അത്യാവശ്യം നല്ല വീതിയുള്ള നല്ല ഒരു ബാൻഡ് സൈസും കാര്യങ്ങളും വരുന്നുണ്ട്. ഇതേപോലെയാണ് ബാൻഡ് സൈസും കാര്യങ്ങളും രണ്ടിനെയും വരുന്നത്. ഫ്രണ്ട് പോർഷനിൽ നമുക്ക് ഈ ഒരു കവറേജ് ആണ് കേട്ടോ കിട്ടുന്നത്. ഇങ്ങനെയാണ് ഫ്രണ്ട് പോർഷനിലെ കവറേജും കാര്യങ്ങളും കിട്ടുന്നതും എടുക്കുന്നതും. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഇത് നല്ല ഷേപ്പിൽ കിട്ടുന്ന രീതിയിൽ. ഇപ്പോൾ നമുക്കിങ്ങനെ നോക്കുവാണെന്നുണ്ടെങ്കിൽ ഈ ക്ലോത്തിൽ വെച്ചിട്ട് നോക്കുവാണെങ്കിൽ ഇങ്ങനെ വരും. അതിൻ്റെ ഒരു രീതിയും കാര്യങ്ങളും ഇതേപോലെയാണ് വരിക. അപ്പം നമുക്ക് ഇതിനകത്ത് ഈ പേര് കേട്ടിട്ട് നിങ്ങൾ പാഡഡ് ആണോ എന്നൊന്നും വിചാരിക്കേണ്ട. അപ്പം ഞാൻ കാണിച്ചൊന്നുമില്ല, പാഡഡിനെ പോലെയല്ല ഇരിക്കുന്നത്. കാരണം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്താ ഒരു ഇന്നർ ഒരു ക്ലോത്തേ പോയിട്ടുള്ളൂ. പിന്നെ ഭയങ്കര കംഫർട്ടബിൾ ആണ്, ഇടാൻ നല്ല സോഫ്റ്റ് ആണ്, നല്ല രീതിയിൽ നിൽക്കുന്ന ഒരു മോഡലും കൂടിയാണ് കേട്ടോ. ഇതിന്റെ സൈസും കാര്യങ്ങളും ഓൾറെഡി ഞാൻ പറഞ്ഞു തരുന്നു. ഓർഡർ പ്ലേസ് ചെയ്യാനാണെന്നുണ്ടെങ്കിൽ നമ്മുടെ വാട്സപ്പിൽ സ്ക്രീൻഷോട്ട് എടുക്കുക, എന്നിട്ട് സൈസും കാര്യങ്ങളും അതിനകത്ത് വാട്സപ്പിന് സൈൻ കാണിച്ചിരിക്കുന്ന നമ്പറിലേക്കാണ് നിങ്ങൾ വാട്സപ്പ് അയക്കേണ്ടത്. നമുക്ക് ഒത്തിരി കോൾസ് നമുക്ക് കിട്ടുന്നുണ്ട്, ഇങ്ങനെ വീഡിയോ ഇട്ടിട്ടില്ലേ, വീഡിയോ അങ്ങനെ പറഞ്ഞിട്ട് കിട്ടുന്നുണ്ട്. ആക്ച്വലി നമ്മുടെ കസ്റ്റമർ സപ്പോർട്ട് നമ്പർ നമ്മൾ വെച്ചിരിക്കുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓർഡർ പ്ലേസ് ചെയ്യുന്നതിന് മുന്നേ എന്തെങ്കിലും ഡൗട്ടുകളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അത് ചോദിച്ച് മനസ്സിലാക്കിയിട്ട് ഓർഡർ പ്ലേസ് ചെയ്യാൻ. അപ്പോൾ നിങ്ങൾക്ക് ഓർഡർ പ്ലേസ് ചെയ്യാനാണെന്നുണ്ടെങ്കിൽ ആ വാട്സപ്പ് നമ്പറിൽ തന്നെ നിങ്ങൾക്ക് ഓർഡർ പ്ലേസ് ചെയ്യണം. അതേപോലെ തന്നെ ഓർഡർ പ്ലേസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങളുടെ ടേൺ അനുസരിച്ച് വരുമ്പോഴാണ് അത് നോക്കി അതിന് കറക്റ്റായിട്ട് റിപ്ലൈ കാര്യങ്ങളും കിട്ടുന്നത്. അതേപോലെ വീഡിയോനെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പുതിയ വ്യൂവേഴ്സ് ഇതിനകത്തുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ കൂട്ടത്തിലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്തേക്കാം. അപ്പോൾ നമ്മളിനി അടുത്ത വീഡിയോയിൽ വേറെ പുതിയ ഐറ്റം ആയിട്ടാണ് വീഡിയോ വരുന്നത്. കാരണം വെച്ചാൽ നമുക്ക് അത്യാവശ്യം നല്ല നല്ല ഐറ്റംസ് നമ്മൾ കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ പുതിയൊരു ഐറ്റമായിട്ട് വീണ്ടും കാണാം. ബൈ.